ദൈവ സത്യങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്റെ പാപത്തിന് ആര് പരിഹാരം വരുത്തുമെന്ന് അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവിനോട് നിലവിളിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പലരും അവതരിപ്പിച്ച ദൈവങ്ങൾ പലതും വെറും ശേഷിപ്പുകളായി അവശേഷിച്ചപ്പോൾ, തത്വം കൊണ്ടും ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും ദൈവത്തെ കണ്ടെത്താമെന്നും പാപമോചനം നേടിയെടുക്കാമെന്നും മരണാനന്തര ജീവിതം നേടിയെടുക്കാമെന്നും യവനായ തത്വശാസ്ത്രത്തിന്റെ തത്വവക്താക്കളായ സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തുടങ്ങിയ തത്വജ്ഞാനികളെ പോലുള്ളവർ പഠിപ്പിച്ച മതങ്ങളും മാർഗങ്ങളുമെല്ലാം വൃഥാവായി പോയപ്പോൾ നോക്കണം, അങ്ങ് പാലസ്തീനിന്റെ പച്ചമണ്ണിൽ 2023 വർഷങ്ങൾക്കപ്പുറം പിറവിയെടുത്തൊരു വ്യക്തിപ്രഭാവമുണ്ട്. അവന്റെ പേരത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന കാലത്തിന്റെ കതിരവനായ കർത്താവായ യേശു ക്രിസ്തുവെന്ന്. പ്രിയമുള്ളവരെ, ആ യേശു ക്രിസ്തുവിൽ കൂടിയേ മനുഷ്യന് പാപത്തിന്റെ വിമോചനമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മദ്യത്തിന്റെ പേരിൽ, മയക്കുമരുന്നിന്റെ പേരിൽ, സമൂഹത്തിന്റെ ധാർമ്മികത പ്രവർത്തനങ്ങളുടെ പേരിൽ നിങ്ങൾ സന്ദേശയാത്രയെല്ലാം നടത്തിയിട്ട് ഒടുവിൽ കൊണ്ടു നിർത്തുന്നത് യേശു ക്രിസ്തുവിലാണെങ്കിൽ ഇതൊരു മതപ്രഭാഷണമല്ലേ? ഇതൊരു മതപരിവർത്തനത്തിന്റെ പ്രഭാഷണമല്ലേ എന്ന് ഒരുപക്ഷെ താങ്കൾ ചോദിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, താങ്കൾ കേൾക്കുക, ഇതൊരു മതത്തിന്റെ പ്രഭാഷണമല്ല. ഞങ്ങൾ മതം മാറ്റുവാൻ വന്നവരുമല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതും മതത്തിന്റെ മാറ്റമല്ലായിരുന്നു, മറിച്ച് മനത്തിന്റെ പരിവർത്തനമായിരുന്നു. മതം മാറിയാൽ മനുഷ്യൻ പാപിയല്ലാതാവത്തില്ല. ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. മതം പൊട്ടി ആനയെ പിടിച്ചിട്ട് താങ്കൾ കാട്ടിൽ കൊണ്ട് വിട്ടു നോക്ക്. ആ മതം പൊട്ടി ആന കാടിന്റെ സന്തുലിത അവസ്ഥയെ തകിടം മറിക്കും. മതം പൊട്ടി ആനെ കൊണ്ടുവന്നിട്ട് ചങ്ങലക്കിട്ട് നോക്ക്. ആ മതം പൊട്ടി ആനയെ ചങ്ങല പൊട്ടിച്ചെറിയും. മതം പൊട്ടിയ ആനയെ പിടിച്ച് നാട്ടിൽ നിന്ന് വിട്ടു നോക്ക്, അല്ലെങ്കിൽ കൂട്ടിലൊന്നിട്ട് നോക്ക്, അവൻ കൂട് തകർത്തുകൊണ്ട് പുറത്തു വരും. അപ്പോൾ സ്ഥാനം മാറിയതുകൊണ്ട് മതം പൊട്ടിയ ആനയുടെ മതപ്പാട് മാറുന്നില്ല എങ്കിൽ മാറേണ്ടത് മതം പൊട്ടിയ ആനയുടെ സ്ഥാനമല്ല, ആ മതപ്പാടാണ് എങ്കിൽ മതം പൊട്ടിയ ആനയെപ്പോലെ അധാർമികതകൾ വസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മതമല്ല മാറേണ്ടത് മറിച്ച് മനുഷ്യന്റെ മനമാണ് മാറേണ്ടത്. മനത്തിന് പരിവർത്തനം വരുമ്പോഴേ മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പൂർണമായും മാറ്റം വരത്തുള്ളൂ. ആ മനത്തിന്റെ പരിവർത്തനമാണ് പ്രിയമുള്ളവരെ കണ്ടക്ഷോഭം ചെയ്തുകൊണ്ട് ഈ തെരുക്കോണുകളിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഇഹത്തിൽ അവതരിച്ചു വന്നൊരു വ്യക്തിപ്രഭാവം, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു.